നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. ആമ്പലൂർ ജംഗ്ഷനിലെ സിഗ്നലിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് പിറകിൽ ടിപ്പർ ലോറി പാഞ്ഞുകയറി അപകടം. 7 വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. പുലക്കാട്ടുകരയിൽ ഗൃഹനാഥനെയും കുടുംബത്തെയും ആക്രമിച്ച സംഭവത്തിൽ ഒരാൾ പിടിയിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139ാം ജന്മദിനം ആഘോഷിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ SMS റോഡിന്റെ 2ാം ഘട്ട നിർമ്മാണോദ്ഘാടനം നടത്തി. 950 മീറ്റർ ദൂരമാണ് 2ാം ഘട്ടത്തിൽ നവീകരിക്കുന്നത്. പറപ്പൂക്കര പഞ്ചായത്തിലെ പന്തല്ലൂർ പാടം ലിഫ്റ്റ് ഇറിഗേഷൻ കനാൽ നവീകരണത്തിന് തുടക്കമായി. നിർമ്മാണോദ്ഘാടനം KK രാമേന്ദ്രൻ MLA നിർവഹിച്ചു. നെല്ലായി സെന്റ് മേരീസ് പള്ളിയിലെ അമ്പുതിരുനാളിന്റെ കൊടിയേറ്റം വെള്ളിയാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുതുക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ ഏകദിന കർഷക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ആർദ്ര കേരള പുരസ്കാരം 2023ന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ നിന്നുള്ള മെഡിക്കൽ സംഘം കൊടകര ഗ്രാമപഞ്ചായത്തിൽ സന്ദർശനം നടത്തി. സ്വർണ്ണവില റെക്കോർഡിലേക്ക്. 1 പവൻ സ്വർണത്തിന്റെ വില 47,120 രൂപയായി. വാർത്തകൾ വിശദമായി. ദേശീയപാതയിലെ ആമ്പലൂർ ജംഗ്ഷനിലെ സിഗ്നലിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് പിറകിൽ ടിപ്പർ ലോറി പാഞ്ഞുകയറി അപകടം. 7 വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. 4 വാഹനയാത്രക്കാർക്ക് പരിക്ക്. ഇതിൽ 3 പേരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച അർദ്ധരാത്രി 12-നായിരുന്നു അപകടം. 5 കാറുകളും 1 ട്രാവലറും 1 ടോറസ് ടിപ്പർ ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. ലോറി വന്നിടിച്ച കാർ നിശേഷം തകർന്നു. അപകടത്തെ തുടർന്ന് 1 മണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗത കുരുക്കുണ്ടായി. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. പുലക്കാട്ടുകരയിൽ ഗൃഹനാഥനെയും കുടുംബത്തെയും ആക്രമിച്ച സംഭവത്തിൽ ഒരാൾ പിടിയിൽ. തലോർ സ്വദേശി കിഴക്കിനടത്ത് വീട്ടിൽ 21 വയസ്സുള്ള റോമുലസ് ആണ് പുതുക്കാട് പോലീസിന്റെ പിടിയിലായത്. പുഴക്കടവിൽ പ്രതികൾ മദ്യപിക്കുന്നത് ചോദ്യം ചെയ്ത വിരോധത്തിലാണ് 12ഓളം ആളുകൾ ചേർന്ന് പുലക്കാട്ടുകര ഓംപുള്ളി 35 വയസ്സുള്ള ബിനുവിനെ റോഡിൽ വെച്ചാണ് ലഹരി സംഘം ക്രൂരമായി ആക്രമിച്ചത്. ബിനുവിന്റെ വീട്ടിലെത്തി സംഘം പരാക്രമം നടത്തുകയും പ്രായപൂർത്തിയാകാത്ത മകളുടെ കൈക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും പരാതി ഉയർന്നിരുന്നു. തലോരിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. ചാലക്കുടി DYSP TS സിനോജ്, പുതുക്കാട് SHO UH സുനിൽദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ പുതുക്കാട് SIമാരായ KS സൂരജ്, KA വിനോദ്, സ്പെഷ്യൽ ബ്രാഞ്ച് ASI വിശ്വനാഥൻ, CPO MM അഭിലാഷ്, KAP HDR KA മുഹമ്മദ് എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കൂടുതൽ പ്രതികൾ ഉടൻ പിടിയിലാകുമെന്ന് പോലീസ് അറിയിച്ചു. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി നാടുകടത്തി. കല്ലൂർ വടക്കേമുറി സ്വദേശി തയ്യൽ വീട്ടിൽ അനൂപിനെയാണ് കാപ്പ ചുമത്തി നാടുകടത്തിയത്. കൊലപാതകം, വധശ്രമം, കവർച്ച, കഞ്ചാവ് വിൽപ്പന തുടങ്ങി 10 കേസുകളിൽ പ്രതിയാണ്. കഞ്ചാവ് വിൽപ്പന കേസുകളിൽ നിരന്തരം പ്രതിയായതിനെ തുടർന്ന് തൃശൂർ റേഞ്ച് DIG അജിത ബീഗമാണ് ഉത്തരവിറക്കിയത്. വരന്തരപ്പള്ളി പോലീസ് SHO S ജയകൃഷ്ണൻ, സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ദീപക്, രമേശ് എന്നിവർ നടപടികൾക്ക് നേതൃത്വം നൽകി. ഉത്തരവ് ലംഘിച്ചാൽ പ്രതിക്ക് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 139ാം ജന്മദിനാഘോഷം നടത്തി. പുതുക്കാട് മണ്ഡലം കോൺഗ്രസ് നടത്തിയ ആഘോഷത്തിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് TS രാജു അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജു കാളിയങ്കര, KJ ജോജു, PD ജെയിംസ്, രജനി സുധാകരൻ, സതി സുധീർ, ആൻസി ജോബി, പ്രീതി ബാലകൃഷ്ണൻ, ജസ്റ്റിൻ ആറ്റുപുറം എന്നിവർ പ്രസംഗിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രധാനപ്പെട്ട റോഡായ SMS റോഡിന്റെ 2ാം ഘട്ട നിർമ്മാണോദ്ഘാടനം KK രാമേന്ദ്രൻ MLA നിർവഹിച്ചു.
MLAയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും 80 ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നിർമ്മിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം കപിൽ രാജ്, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ സന്നിഹിതരായിരുന്നു. SMS റോഡിന്റെ ഒന്നാം ഘട്ടം 650 മീറ്റർ ദൂരം നവീകരിച്ചിരുന്നു. 950 മീറ്റർ ദൂരമാണ് രണ്ടാം ഘട്ടത്തിൽ നവീകരിക്കുന്നത്. പറപ്പൂക്കര പഞ്ചായത്തിലെ പന്തല്ലൂർ പാടം ലിഫ്റ്റ് ഇറിഗേഷൻ കനാൽ നവീകരണത്തിന് തുടക്കമായി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ തൃശൂർ ചെറുകിട ജലസേചന ഡിവിഷനിൽ കീഴിലുള്ള പന്തല്ലൂർ പാടം ലിഫ്റ്റ് ഇറിഗേഷൻ കനാലിന്റെ നവീകരണ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. 50 ലക്ഷം രൂപയാണ് ഇതിനായി ചിലവഴിക്കുന്നത്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ഇറിഗേഷൻ കനാലാണ് ഇത്. ചടങ്ങിൽ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കാർത്തിക ജയൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KC പ്രദീപ് എന്നിവർ പ്രസംഗിച്ചു. സ്ത്രീധനത്തിനെതിരെ പുതുക്കാട് ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാത്രി നടത്തം സധൈര്യം പരിപാടി പുതുക്കാട് സംഘടിപ്പിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് റെജി ജോർജ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രജനി സുധാകരൻ അധ്യക്ഷയായിരുന്നു. ജില്ലാ ഭാരവാഹികളായ റീന ഫ്രാൻസിസ്, ശാലിനി, നിഷ, ഭാരവാഹികളായ അമ്പിളി ഹരി, സതി സുധീർ, പ്രീതി ബാലകൃഷ്ണൻ, KV കല്യാണി എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ ഏകദിന കർഷക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. WDRA ന്യൂഡൽഹി, കണ്ണൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ്, സംസ്ഥാന വെയർഹൌസിംഗ് കോർപ്പറേഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ അധ്യക്ഷനായി. വിപണിയുടെ ചൂഷണങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ കർഷകർക്ക് വെയർഹൌസുകൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനെക്കുറിച്ച് KSWC റീജിയണൽ മാനേജർ രഞ്ജു ക്ലാസ് നയിച്ചു. ICM കണ്ണൂർ ഡയറക്ടർ VN ബാബു, ബാങ്ക് സെക്രട്ടറി KV അനിത, ഭരണസമിതി അംഗങ്ങളായ KA ഫ്രാൻസിസ്, KJ ജോജു, MP പ്രിൻസ്, TK രാജേന്ദ്രൻ, CJ ആന്റണി, TS അർജുൻ, KR ജോജോ, BG ജോയി, സന്ധ്യ സുധീർ, സുശീല ദിവാകരൻ, അമ്പിളി ഹരിദാസ് എന്നിവർ പ്രസംഗിച്ചു. വെക്കുന്നത് നമ്മുടെ ഭക്ഷ്യധാന്യങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഓഫ് സീസണിലേക്ക് നമുക്ക് വെക്കുമ്പോൾ അത് നമുക്ക് ഭക്ഷ്യധാന്യം തരുന്നതിന് വേണ്ടി, അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി വിതരണ സംവിധാനത്തിൻ്റെ ആവശ്യത്തിലേക്കാണ് അതൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മളിന്ന് ഇവിടെ WDRA ന്യൂഡൽഹിയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് കണ്ണൂർ, സംസ്ഥാന വെയർഹൌസിംഗ് കോർപ്പറേഷൻ ആക്ട് 2007 വരികയും അതിനെ ജനങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി 2010 അതിനുവേണ്ടി റെഗുലേറ്ററി അതോറിറ്റി. നെല്ലായി സെന്റ് മേരീസ് പള്ളിയിലെ അമ്പുതിരുനാളിന്റെ കൊടിയേറ്റം വെള്ളിയാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 5:45 വികാരി ഫാദർ ഡേവിസ് കൂട്ടാല നിർവഹിക്കും. പാട്ടുകുർബാന, ലതീഞ്ഞ്, നൊവേന, തുടർന്ന് 7 മണിക്ക് ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം എന്നിവ നടക്കും. ശനിയാഴ്ച രാവിലെ 6:30 പ്രസുതൻ ദിവാഴ്ച ആഘോഷമായ പാട്ടുകുർബാന, തിരുസ്വരൂപങ്ങൾ പന്തലിലേക്ക് എഴുന്നള്ളിച്ചു വെക്കൽ, വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. രാത്രി 9 അമ്പ് പ്രദക്ഷിണങ്ങൾ പള്ളിയിൽ എത്തിച്ചേരും. തുടർന്ന് വേസ്പര, ബാൻഡ് മേളം എന്നിവ ഉണ്ടായിരിക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10:30 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഷിൻസ് പോട്ടോക്കാരൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ലിബിൻ മച്ചിങ്ങൽ സഹകാർമ്മികനാകും. ഫാദർ വിജിൽ പേങ്ങിപ്പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4:15 തിരുനാൾ പ്രദക്ഷിണം ആരംഭിച്ച് 7 പള്ളിയിൽ സമാപിക്കും. വാർത്താ സമ്മേളനത്തിൽ കൈക്കാരൻ മാത്യൂസ് കാളൻ, ജനറൽ കൺവീനർ വിൽസൺ കാരാത്ര, ജോയിന്റ് കൺവീനർ ഷാജു ആഴ്ചങ്ങാൻ, പബ്ലിസിറ്റി കൺവീനർമാരായ സീക്കോ മഞ്ഞളി, ജോർജ് മഞ്ഞളി എന്നിവർ പങ്കെടുത്തു. തുടർന്ന് പാട്ടുകുർബാന, ലതി, നൊവേന, ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം ഡിസംബർ 30 ശനി രാവിലെ 6:30 പ്രസിദ്ധി വാഴ്ച ആഘോഷമായ പാട്ടുകുർബാന, തിരുസ്വരൂപങ്ങൾ പന്തലിലേക്ക് എഴുന്നള്ളി. തൃശൂർ അതിരൂപത സംഘടിപ്പിച്ച ബോണത്താലയിൽ കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളി 1ാം സ്ഥാനം നേടി. കാറ്റഗറി 2ലാണ് ഇടവക വിജയകിരീടം ചൂടിയത്.
273 പാപ്പമാരും ക്രിസ്തുമസ് ക്രിബും സാന്താക്ലോസും അടങ്ങുന്ന ടീമാണ് മത്സരത്തിനായി അണിഞ്ഞൊരുങ്ങിയത്. കോർഡിനേറ്റർമാരായ ആഷിക് തോമസ്, അജിൽ ഫ്രാൻസിസ്, ക്രിസ്റ്റീന പോൾ, അനിൽ ജോർജ്, എൽജോ ആൻഡ്രു, അരുൺ ജോർജ്, സന്നിത് സന്തോഷ്, ഹൃദ്യ ഷാജു, ഫെനീറ്റ പോൾസൺ എന്നിവർ നേതൃത്വം നൽകി. അലിയ റാഫി, ആൻ മരിയ ബെന്നി, കരുണ മരിയ ബിബിൻ, സ്റ്റെഫി പോളി, ആഗ്ന, മേഘ്ന എന്നിവരുടെ നേതൃത്വത്തിലാണ് ഒരു മാസമായി 273ഓളം പാപ്പന്മാർ നൃത്ത ചുവടുകൾ പരിശീലിച്ചത്. ചലിക്കുന്ന പുൽക്കൂടും ആടിത്തിമിർക്കുന്ന സാന്താക്ലോസുമായി ജെഫിൻ ജോസ് പൂരനഗരിയെ ഇളക്കി മറിച്ചതും പ്രത്യേക ആകർഷണമായി. 6 വയസ്സ് മുതൽ 80 വയസ്സുവരെയുള്ള പാപ്പമാർ ടീമിൽ അണിനിരന്നു. കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് സങ്കല്പയാത്ര അളകപ്പനഗർ ഗ്രാമപഞ്ചായത്തിൽ എത്തിച്ചേർന്നതിന്റെ ഭാഗമായി കൃഷിയിടങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള നാനോ യൂറിയ സ്പ്രേയിംഗ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൺ തയ്യാലക്കൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. വാർഡംഗം പ്രിൻസ് ഫ്രാൻസിസ്, തൃശൂർ കൃഷി വിജ്ഞാൻ കേന്ദ്ര ഉദ്യോഗസ്ഥ അനില എന്നിവർ സന്നിഹിതരായിരുന്നു. വരാക്കര പാടശേഖര സമിതി പ്രസിഡന്റ് ദീപക് വല്ലച്ചിറക്കാരന്റെ കൃഷിയിടത്തിലാണ് നാനോ യൂറിയ സ്പ്രേയിംഗ് നടത്തിയത്. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടത്തി. പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സെബി കൊടിയൻ, ഷാജു കാളിയങ്കര, ആൻസി ജോബി, സുമ ഷാജു, രശ്മി ശ്രീശോഭ്, പ്രീതി ബാലകൃഷ്ണൻ, ഹിമാദാസൻ, CP സജീവൻ, സെക്രട്ടറി ഉമ ഉണ്ണികൃഷ്ണൻ, അസിസ്റ്റന്റ് സെക്രട്ടറി MP ചിത്ര എന്നിവർ പ്രസംഗിച്ചു. ആമ്പല്ലൂർ കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർക്ക് വെച്ചു നമസ്കാരവും ശാസ്താ നടപ്പുര സമർപ്പണവും നടത്തി. ക്ഷേത്രം തന്ത്രി KP വിഷ്ണുഭട്ടതിരിപ്പാട് തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർ വാസുദേവാനന്ദ ബ്രഹ്മാനന്ദഭൂതി സ്വാമിയാരെ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. തുടർന്ന് സ്വാമിയാരെ ആനയിച്ച് ഭിക്ഷ നൽകി വെച്ചു നമസ്കാരവും നടത്തി. ആർദ്ര കേരള പുരസ്കാരം 2023 ഭാഗമായി ഇടുക്കി ജില്ലയിൽ നിന്നുള്ള മെഡിക്കൽ സംഘം കൊടകര ഗ്രാമപഞ്ചായത്തിൽ സന്ദർശനം നടത്തി. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ സംഘത്തെ സ്വീകരിച്ചു. വൈസ് പ്രസിഡന്റ് KG രജീഷ്, ജനപ്രതിനിധികളായ പ്രിനില ഗിരീശൻ, TK പത്മനാഭൻ, കൊടകര ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആഗ്നസ് ക്ലീറ്റസ്, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുനില, FHSC കൊടകര അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ CD കവിത, ICDS സൂപ്പർവൈസർ OV വിനീത, ഹെൽത്ത് ഇൻസ്പെക്ടർ അന്ത്രു, പഞ്ചായത്ത് സെക്രട്ടറി K ബിന്ദു എന്നിവർ പ്രസംഗിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പരിധിയിൽപ്പെട്ട സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളും MCFും സ്മാർട്ട് അങ്കണവാടികളും സംഘം സന്ദർശിച്ചു. പുതുക്കാട് തെക്കേത്തുറവ് പള്ളത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ തിരുവാതിര ആഘോഷങ്ങൾ നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി നടുവം നാരായണൻ നമ്പൂതിരി, ക്ഷേത്രം പ്രസിഡന്റ് സുനിൽ തളിയാപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. പാരമ്പര്യ രീതിയിൽ നടന്ന ആഘോഷങ്ങൾക്ക് പള്ളത്തപ്പൻ ക്ഷേത്രത്തിൽ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. ആഘോഷത്തിന്റെ ഭാഗമായി തിരുവാതിര അരങ്ങേറി. തിരുവാതിര വിഭവങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു. പുത്തൻകാട് മുത്താരക്കുന്ന് ശ്രീ മുത്താര് ഭഗവതി ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്രമുറ്റത്തൊരുക്കിയ തിരുവാതിരക്കളിയിൽ നിരവധി ടീമുകൾ പങ്കെടുത്തു. തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ തിരുവാതിര പുഴുക്കും അന്നദാനവും ഒരുക്കിയിരുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ സിനീഷ് പുല്ലാനിക്കൽ, KR കൃഷ്ണകുമാർ, നാരായണൻ പനംകുട്ടത്തിൽ എന്നിവർ നേതൃത്വം നൽകി. മറ്റത്തൂർ GLP സ്കൂളിൽ നടക്കുന്ന കൊടകര GHS സ്കൂളിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിൽ ഗ്രീൻ ക്യാൻവാസ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. എഴുത്തുകാരനും അധ്യാപകനുമായ പ്രവീൺ M കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം ഓഫീസർ TS സ്വപ്ന അധ്യക്ഷത വഹിച്ചു. നോവ ചെയർമാൻ സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ മുഖ്യാതിഥിയായിരുന്നു. തുടർന്ന് NSS വോളണ്ടിയേഴ്സും പൊതുസമൂഹവും എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് നടത്തി. NSS വോളണ്ടിയർ ഷിമ ജോൺസൺ, അൽമന മരിയ ഷാജു എന്നിവർ പ്രസംഗിച്ചു. സർക്കാർ ജീവനക്കാരുടെ വിഭാഗത്തിൽ നിന്നും സംസ്ഥാന ഭിന്നശേഷി പുരസ്കാര ജേതാവായ വെളുത്തങ്ങത്ത് സുധീഷ് ചന്ദ്രന് പൊതുമരാമത്ത് മന്ത്രി PA റിയാസ് പുരസ്കാരം സമർപ്പിച്ചു. നടവരമ്പിലെ സീഡ് ഫാം ഓഫീസിലെ ക്ലർക്കായി ജോലി ചെയ്തു വരികയായിരുന്നു സുധീഷ്. മോട്ടിവേഷണൽ സ്പീക്കറായും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലും സുധീഷ് പ്രവർത്തിക്കുന്നുണ്ട്. സ്വർണ്ണവില റെക്കോർഡിലേക്ക്. ഗ്രാമിന് 40 രൂപ വർദ്ധിച്ചാണ് സ്വർണ്ണവില 5890 എന്ന റെക്കോർഡിട്ടത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 47,120 രൂപയായി.
കാലാവസ്ഥ. കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് ഡിസംബർ 29 ഉച്ചയ്ക്ക് 1:30 മുതൽ 4 വരെ അഭിമുഖം നടത്തുന്നു. BSc, MSc മാത്സ്, MA എക്കണോമിക്സ്, BCA, MCA, BTech, SAP സർട്ടിഫൈഡ്, പ്രൊഫഷണൽ ഡിസൈനിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്, ഏതെങ്കിലും ബിരുദം, +2, ഡിപ്ലോമ, SSLC എന്നിവയാണ് യോഗ്യത. എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കണം. ഫോൺ 9446228282 2333742. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5890 രൂപയും പവന് 47,120 രൂപയും രേഖപ്പെടുത്തി. നന്ദിപുലം കാട്ടുങ്ങൽ പരേതനായ കുമാരൻ ഭാര്യ ദേവകി അന്തരിച്ചു. 94 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മക്കൾ ശോഭന, തങ്കമണി, പൽപ്പിനി, ലളിത, വത്സല, അനിലൻ. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ആമ്പലൂർ ജംഗ്ഷനിലെ സിഗ്നലിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് പിറകിൽ ടിപ്പർ ലോറി പാഞ്ഞുകയറി അപകടം. 7 വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. പുലക്കാട്ടുകരയിൽ ഗൃഹനാഥനെയും കുടുംബത്തെയും ആക്രമിച്ച സംഭവത്തിൽ ഒരാൾ പിടിയിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139ാം ജന്മദിനം ആഘോഷിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ SMS റോഡിന്റെ 2ാം ഘട്ട നിർമ്മാണോദ്ഘാടനം നടത്തി. 950 മീറ്റർ ദൂരമാണ് 2ാം ഘട്ടത്തിൽ നവീകരിക്കുന്നത്. പറപ്പൂക്കര പഞ്ചായത്തിലെ പന്തല്ലൂർ പാടം ലിഫ്റ്റ് ഇറിഗേഷൻ കനാൽ നവീകരണത്തിന് തുടക്കമായി. നിർമ്മാണോദ്ഘാടനം KK രാമേന്ദ്രൻ MLA നിർവഹിച്ചു. നെല്ലായി സെന്റ് മേരീസ് പള്ളിയിലെ അമ്പുതിരുനാളിന്റെ കൊടിയേറ്റം വെള്ളിയാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുതുക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ ഏകദിന കർഷക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ആർദ്ര കേരള പുരസ്കാരം 2023 ഭാഗമായി ഇടുക്കി ജില്ലയിൽ നിന്നുള്ള മെഡിക്കൽ സംഘം കൊടകര ഗ്രാമപഞ്ചായത്തിൽ സന്ദർശനം നടത്തി. സ്വർണ്ണവില റെക്കോർഡിലേക്ക്. 1 പവൻ സ്വർണത്തിന്റെ വില 47,120 രൂപയായി. ഇതോടെ ഇന്നത്തെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10:30 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.